മികച്ച യാത്രാ വിവരണ ഗ്രന്ഥത്തിനുള്ള ഇത്തവണത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് വിശാഖപട്ടണത്ത് സ്ഥിരതാമസമാക്കിയ എഴുത്തുകാരി നന്ദിനി മേനോനാണ്. ആംജോ ബസ്തർ എന്ന പുസ്തകമാണ് പുരസ്കാരത്തിന് അർഹമായത്. ഒട്ടും സുരക്ഷിതമല്ലെന്ന് കരുതപ്പെടുന്ന ബസ്തറിലേക്ക് താൻ നടത്തിയ യാത്രയെക്കുറിച്ച് സംസാരിക്കുകയാണ് എഴുത്തുകാരി. വിശാഖപട്ടണത്ത് നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വിശാഖപട്ടണത്ത് ഒരു അതിഥിയെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ യാത്രാ വിവരണ കൃതി അത് എഴുതിയ നന്ദിനി മേനോൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ബുക്ക് ആംചോ ബസ്തർ. ബസ്തർ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് മനസ്സിലേക്ക് വരുന്നത് മാവോയിസ്റ്റ് ബാധിത അപകടം പിടിച്ച ഒരു മേഖലയാണ്. അങ്ങനെ ഒരു മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നത് തന്നെ വലിയൊരു ഒരു ചലഞ്ചാണ്. അതെങ്ങനെ ചെയ്തു? അത് യാത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പോക്കുവരവായിരുന്നില്ല. ഒരു 3.5 വർഷത്തെ എൻ്റെ ജീവിതത്തിന് ശേഷമാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത്. പലവട്ടം ഒരു മാസത്തിൽ തന്നെ ചിലപ്പോൾ 2 തവണയൊക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അവിടുത്തെ ഒരാളായി, അവരുടെ കൂട്ടുകാരിയായി, അവർക്കൊപ്പം നടക്കുന്ന ഒരാളായി. അന്നും ഞാൻ പുസ്തകത്തിന് എഴുതുന്നതിനെ കുറിച്ച് കാണുമ്പോൾ അവർ നമ്മളെ അടുപ്പിക്കും അങ്ങോട്ട്, ആ നാട്ടുകാരൊക്കെ ഇല്ല. 1.5 വർഷം ഞാനൊരു 1.5 വർഷം എടുത്തു എനിക്ക് അവിടെ ഒരു കൂട്ടുകാരനെ കിട്ടാൻ. ഷക്കീൽ റിസ്വി, അദ്ദേഹമാണ് എനിക്ക് ആദ്യം അവിടെ ഞാൻ പരിചയപ്പെടുന്ന അവിടുത്തെ ഒരു വ്യക്തിയായിട്ട്. ബസ്തർ വാസികൾ ലോകത്തെ മൊത്തം സംശയത്തോടെയാണ് നോക്കുന്നത്. ബസ്തറിന് പുറത്തുനിന്ന് വരുന്ന ഒരാൾ, അകത്തുനിന്ന് വരുന്ന ആൾ, നല്ല അകത്തുണ്ടല്ലോ. എത്ര ഫോഴ്സാണ് ഇപ്പോൾ അവിടെ. ഓരോ 500 മീറ്ററിൽ നമുക്ക് ഓരോ ക്യാമ്പ് കാണാൻ പറ്റും. അവരൊക്കെ ബസ്തറിനകത്ത് ജീവിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ലോകത്തെ മൊത്തം അവിശ്വസിക്കുന്ന ഒരു വലിയ ജനത. അതുപോലെ നമ്മളും അവരെ പല തരത്തിൽ തെറ്റായ രീതിയിലും വളരെ കടുത്ത നിറത്തിലും ഒക്കെ നമ്മളും അവരെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പുസ്തകത്തിന്റെ പേര് ആംചോ ബസ്തർ. ആംചോ എന്നത് അവിടുത്തെ ഒരു പ്രാദേശിക ഭാഷയാണോ? ആംചോ എന്നുള്ളത് അവിടുത്തെ ഹൽബി ഭാഷയാണ്, ഹൽബ ഗോത്രത്തിന്റെ ഭാഷയാണ്. ആംചോ പറഞ്ഞാൽ നമ്മുടെ എന്നർത്ഥം, നമ്മുടെ ബസ്തർ എന്നർത്ഥം. ഇതിന് വേറെ ഒരു കാരണമുണ്ട്. എന്നെ അവിടെ നടക്കാനും ഒരുപാട് സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയ കൗമാരക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും, അവരുടെ സംഘടനയാണ് ആംചോ ബസ്തർ. അതും നമ്മുടെ ബസ്തർ തന്നെയാണ് അവർ അർത്ഥാക്കുന്നത്. യാത്രയിലെ വിവരങ്ങളൊക്കെ ഇതുപോലെ പുസ്തക രൂപത്തിൽ വായനക്കാരോട് സംസാരിക്കാൻ കൂടുതൽ കഴിയട്ടെ. സന്തോഷം. വിശാഖപട്ടണത്തിൽ നിന്നും സജിൻ ഗുരുവായൂരിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.